ഹലോ ഗൈസ് കണ്ടേ വിളിച്ചേ വൈകുന്നേരം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പോഴാണ് ഒരു വിശപ്പിൻ്റെ ഒരു വിളിയാളം വന്നത്. വിശപ്പിൻ്റെ വിളിയാളം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിൽക്കക്കളി ഉണ്ടാവില്ല കേട്ടോ. വയറാണെങ്കിൽ തള്ളക്കും തന്തക്കും ഉമ്മുമാക്കും ഉമ്മാൻ്റെ ഉപ്പാക്കൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആകെപ്പാട് ഈ അടക്കളയിൽ ഉണ്ടായതൊരു ഇപ്പി കേട്ടോ. അതിനൊന്ന് വേഗം ശരിപ്പെടുത്തി ഉണ്ടാക്കി തിന്നാൻ ഓർത്തു കേട്ടോ. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്ന പോലെ തന്നെ വെള്ളവും മാഗി പൊടി ഇട്ടിട്ടാട്ടോ ഞാനും ഉണ്ടാക്കാറുള്ളത്. ചില നേരത്തിൽ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇടാറുണ്ട് കേട്ടോ. ആ മുളക് പൊടി ഇടുന്ന ദിവസം എനിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ തീരെ നേരം കിട്ടാറില്ല കേട്ടോ. പിന്നെ നമുക്ക് ടേസ്റ്റ് വേണ്ടേന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് സെറ്റാക്കി കഴിഞ്ഞ ശേഷം കുറച്ചെല്ലാം ഒരു മുട്ടയും കൂടി ഉണ്ടായിരുന്നു. അതിനെയും കൂടെ ഒന്ന് ഓംലേറ്റ് ചെയ്യാൻ ഓർത്തു കേട്ടോ. എനിക്ക് ഈ മാഗിൻ്റെ കൂടെയൊക്കെ മുട്ട ഓംലേറ്റ് ചെയ്യുന്നതും ചിക്കി തിന്നണം എനിക്ക് ഇഷ്ടം കേട്ടോ. പക്ഷേ ഈ മുട്ട എന്നെ ചതിച്ചു. കാരണം ഇതിൻ്റെ മഞ്ഞക്കുരു പൊട്ടിപ്പോയിടോ. എന്ത് ചെയ്യാനാ, സാരല്ല, നമുക്ക് തിന്നാൽ പോരെ, ടേസ്റ്റ് ഉണ്ടായാൽ പോരെ. എന്നാലും എൻ്റെ മനസ്സിൽ ആ വിഷമം ഞാനിങ്ങനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കും കേട്ടോ. മാഗിയൊക്കെ റെഡിയായി കഴിഞ്ഞ ശേഷം 2 പാത്രത്തിലാക്കി ഇട്ടിട്ടുണ്ട്. അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട് മാഗി വെച്ച്. ഞാൻ എന്തായാലും മാഗിയും ആ മുട്ടയും കൂടി കൂട്ടി കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ. ഈ മഞ്ഞക്കുരുവിൽ ഈ മാഗി കൂട്ടി തിന്നാണ്ടല്ലോ പൊന്നു മക്കളെ, ഒടുക്കത്തെ ടേസ്റ്റ് ആണ്ടോ. ഞാൻ പലതരം മാഗികൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. പല സൈസിൽ ഉണ്ടാക്കാറുണ്ട്, പല മോഡൽ ഉണ്ടാക്കാറുണ്ട്. ഇനിയിപ്പോൾ കയ്യിലൊന്നും വേണ്ട, നമുക്ക് കൈ വെച്ച് തന്നെ തിന്നല്ലാണ്ട് ഇപ്പോൾ തിന്ന് തീരമൊന്നുമില്ല. അപ്പോൾ ഇതാ വേഗം തിന്നുന്നുണ്ട്. ആർത്തി മൂർത്തി പ്രാന്തായ പോലെ കേട്ടോ തിന്നുന്നത്. അപ്പോൾ അത്രയും എടുത്തു വരും കേട്ടോ. ടാറ്റാ.